കൃഷ്ണ കുട്ടി കുട്ടി രാമ വേറൊന്ന് നമസ്കാരം മുത്തശ്ശി. ഈ ഹലോ ഗുഡ് മോർണിംഗ് കുട്ടി. രാമവർമ്മ തമ്പുരാൻ ഇവിടെ ആരും ഒന്നും സംസാരിക്കാറില്ലോ? അതെ, ആരാ താൻ? എന്താ കാര്യം? അല്ല, ഞാൻ ഒരു വിവരം ചോദിക്കായിരുന്നേ. ഈ വിവരം കൊല്ലത്തെ ചെറുമ്പരാട്ടികളോടാ ചോദിക്കാ? പിന്നെ ആരോടാണാവോ ചോദിക്കാ? എന്നോട് ചോദിച്ചോളോ. ചേട്ടനോടാ. എന്തേ ഈ പൈന് കൊണ്ടുവന്നിട്ടാ? തമ്പരാൻ പുറപ്പെടണമെങ്കിൽ ഈ പയ്യും ഈ ശേഖരനാരും ഇവിടെ തന്നെ ഉണ്ടാവണം. കൽപ്പനയാ. ആണോ? എനിക്ക് തമ്പുരാനെ ഒന്ന് കാണായിരുന്നേ. കൊള്ളാം. പറ്റില്ല, ഇപ്പൊ കാണാൻ പറ്റില്ല. അദ്ദേഹം തിരുവനന്തപുരത്തിന് പുറപ്പെടാൻ നിൽക്കുക. ഇറങ്ങാൻ നേരത്ത് ശകുനം കാണിക്കാൻ ഈ ദുർമുഖമായിട്ട് നിൽക്കാതെ ഒന്നങ്ങോട്ട് മാറിക്കോട്ടെ. ഞാൻ കുട്ടികളെ കളി നിർത്തിട്ട് പോവാ. തന്നോട് പറഞ്ഞത് മനസ്സിലായില്ലേ? അതെ, ഈ കത്തൊന്ന് കൊടുക്കാമോ? പുറപ്പെടാൻ നേരത്തെ ഈ കത്തും കൊണ്ടാണ് ചെന്നാ മതി. നല്ല സുഖ. അസല് ചീത്ത കേക്കാം. വെടി പൊട്ടറ പോലെ ഇരിക്കും. കൈതപ്രസാദ് തന്നതാ. ആര്? കൈതപ്പുറം താമൂരനമ്പൂരിയില്ലേ? കൈതപ്രത്തിന്റെ ആരാ? കൈതപ്പുറത്തിന്റെ ആരുമല്ല, ശ്രീ രാമവർമ്മ തമ്പുരാൻ അവർക്ക്. ഇത് വല്യമ്പരാനുള്ള കത്താ. ഇത് സാരില്ല, ഇത് ഞാൻ കൊടുത്തോളാം. അപ്പൊ ഈ ചീത്ത പറയണത് വല്യമ്പരാനല്ലേ? വല്യമ്പരാൻ ഇപ്പൊ സുഖമില്ലാതിരിക്കല്ലേ? പണ്ട് സിംഹായിരുന്നു. പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റ് സാധകത്തിനിരുന്ന ഒരേല അനങ്ങില്ല, ലയിച്ചങ്ങനെ നിൽക്കും. എന്തിന്? പയ്യ കരടുന്നത് പോലും ശ്രുതിയില്ല. ഇതാ ശ്രുതിയില്ല. ഒരു സ്ട്രോക്ക് വന്നതാ. പശുക്കളുടെ മാത്രല്ല, ഈ കോലോത്തിന്റെ എന്നെ ശ്രുതി തെറ്റി. വരും. പയ്യ ഇവിടെ വന്ന കണ്ണു കാണില്ലേ? ഏട്ടനോട് ഞാൻ മിനിസ്റ്റർ കണ്ടിട്ടേ വരൂ. ചിലപ്പോ 2 ദിവസം വൈകുന്നു പറഞ്ഞോളൂ. ടെലിഫോൺ ബിൽ അടയ്ക്കാൻ സുഭദ്രയുടെ പണം കൊടുത്തിട്ടുണ്ട്, അത് അടയ്ക്കണം. ക്യാഷ് ഇന്ന് തന്നെ അടച്ച് ഇന്ന് തന്നെ കണക്ട് ചെയ്യാൻ പറയണം. ആയിക്കോട്ടെ. ഇനി എന്താ പയ്യ, നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞില്ല. നടക്കാൻ ഇങ്ങോട്ട് നടക്കാൻ പയ്യ. എന്താ കൃഷ്ണ നല്ല സ്ഥലത്തേക്ക് അയച്ച കൃഷ്ണ കൃഷ്ണ എക്സ്പ്രഷൻ. എന്തത്? കമ്മലാണില്ലേ? താനെന്താ കഥകളിക്കാരനാണോ? പിന്നെന്താ അവിടെ നിന്ന് കഥകളി കാണിക്കണേ? ആണിയോ? ആണിയാ? അതെ, കാലി കയറിയതാ. എങ്ങനെയാ പറ്റിയേ? അതിപ്പോ ഇനി ഞാൻ എങ്ങനെയാ കാണിച്ചു തരാ? വേദനയുണ്ടോടി? ഏയ്, നല്ല സുഖല്ലേ? ആഹാ, എന്താ സുഖം. അതെടുക്ക്. അയ്യോ, എനിക്ക് പേടിയാ. ഞാൻ എടുക്കാം. അയ്യേ, നല്ലതാ.
ഉപ്പിന് നല്ല വരുന്ന എന്താ പറ്റേ? ബാമയുടെ കാലില് കമ്മലിന്റെ ആണി തറച്ചതാച്ചാ. കാലിൽ ഒരു കമ്മൽ ഇട്ടതാ. കൊള്ളാമോ? ശ്രദ്ധയില്ലല്ലോ. പെൺകുട്ടികളായ നിലത്ത് നോക്കി നടക്കണം. പിന്നെ ഡാൻസ് ചെയ്യണത് നിലത്ത് നോക്കിയല്ലേ. ആരുടെയാ കമ്മല്? എന്റെ തന്നെയാ. ഹോ, രാജകുമാരിയുടേതാണോ? ഡോക്ടറെ ഒന്ന് കാണിക്കണോ? ഏയ് വേണ്ട, ഞാൻ ഉപ്പില് തേച്ചു. ഒന്ന് മാറിക്കേ. ഞാനത് കണ്ടുന്നേ, കാട്ടി കൊടുക്കുകയും ചെയ്തു. ചോദിച്ചു നോക്ക്. ആരാ? ഞാൻ കത്ത് കൊടുത്തില്ലേ? താങ്കൾ വരിക, ഇങ്ങോട്ട് വരിക. എന്താ താൻ ഏതിലെ പെണ്ണ് കയറി അതേ വാതിലുണ്ടോ? അതിലെ തന്നോട് ആരാങ്ങോട്ട് കയറി വരാൻ ആരും പറഞ്ഞില്ല. ഒരു അപകടം ഉണ്ടാകുമ്പോ അനുവാദം ചോദിക്കണോ? താങ്കൾ വരിക. അവന്റെ ഒരു തൊപ്പിയും കോലും. ഇതേ അന്യന്മാർക്ക് ചോദ്യം പറച്ചിലും കൂടാതെ കയറി വരേണ്ട സ്ഥല. ഇത് കൊട്ടാര. ഓ, അങ്ങനെയാണോ? സോറി. അതെ, സാരമില്ല. നിക്ക, ഏതായാലും കേറിയില്ലേ? ഏട്ടാ, ആരാ ഇയാള്? നമ്മുടെ കൈതപ്രം തിരുവേനി ഒരു കത്ത് കൊടുത്തു വിട്ടിരിക്കുക. 5-8 വർഷം മുമ്പ് തീവണ്ടി അപകടത്തിൽ മരിച്ച ഒരു നാടകക്കാരൻ നമ്പൂരി ഉണ്ടല്ലോ, എന്താ അയാളുടെ പേര്? ഏതോ ഒരു നമ്പൂരിയ. CK നമ്പൂതിരിയാണോ? ആ, അത് തന്നെ, CK നമ്പൂതിരി. അദ്ദേഹത്തിന്റെ മകനാ. ആകെ കഷ്ടസ്ഥിതിയിലാണത്രേ. നമ്മുടെ കമ്പനിയിൽ ഒരു ജോലി തരാക്കി കൊടുക്കണമെന്ന് എഴുതിയിരിക്കുക. കൂട്ടത്തിൽ കുറച്ച് സംഗീതവും പഠിപ്പിക്കണം. അത് ശരി. എന്താ ചെയ്യുക? കൈതപ്പുറത്തിനോട് കാര്യം പറഞ്ഞാ മനസ്സിലാവില്ലേ? പറഞ്ഞാ എനിക്കും മനസ്സിലാവും. ബുദ്ധിമുട്ടാണെങ്കി സാരല്ല. ബുദ്ധിമുട്ടായിട്ടല്ല. താൻ പഠിച്ചിട്ടുണ്ടോ? +2 പാസ്സായിട്ടുണ്ട്. അതല്ല, പാട്ട് പഠിച്ചിട്ടുണ്ടോ? കുറച്ച്. അച്ഛൻ ചിലതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. സ്വരസ്ഥാനമൊക്കെ ഉറച്ചിട്ടുണ്ടോ? ആ, കുറച്ച്. ഒക്കെ കുറച്ചേ ഉള്ളൂ. അതെ, ഒക്കെ ഒന്ന് ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. പഠിക്കാൻ പറ്റിയിട്ടില്ല. ഹാർമോണിയം നോക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ഇത്തിരി ഫ്ലൂട്ട്, തബല, പിന്നെ കുറച്ച് വെസ്റ്റേണും. ഒന്ന് മൂളാമോ? ഓ, ഏയ്, താനിത് എങ്ങടാ പോണേ? എന്റെ കയ്യിൽ ചെറിയൊരു ഓർഗൻ ഉണ്ട്, അതൊന്ന് എടുത്തോട്ടെ. അസലായി. കൈതപ്രം എഴുതിയിരിക്കുന്നത് ഭംഗിവാക്കല്ല. ഇതാണോ താൻ സംഗീതം പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞത്? അച്ഛൻ ചിലതെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ ഒരാളുടെ കീഴിലൊന്നും പഠിച്ചിട്ടില്ല. അതിനുള്ള അവസരം ഉണ്ടായിട്ടില്ലേ. കൈതപ്ര സാർ അങ്ങയുടെ പേര് പറഞ്ഞപ്പോ പിന്നെ ഒന്നും ആലോചിച്ചില്ല. എനിക്ക് അറിയാവുന്നത് പറഞ്ഞു തരാൻ സന്തോഷേ ഉള്ളൂ. വാസനയുടെ ഒരു ശിഷ്യനെ കിട്ടുക എന്നുള്ളത് തന്നെ ഒരു ഭാഗ്യ. പക്ഷേ ഏട്ടി, കുട്ടികളൊക്കെ പൊക്കോട്ടെ അല്ലേ? ആ, ഇനി നിങ്ങളൊക്കെ പൊയ്ക്കോളൂ. തന്റെ ജോലിയുടെ കാര്യത്തിൽ ഒന്നും പറയാൻ വയ്യ. കൈതപ്രം ധരിച്ചു വെച്ചിരിക്കുന്നത് പോലെ അല്ല ഇപ്പൊ കോലോത്ത സ്ഥിതി. കമ്പനി ഇത്തിരി പ്രശ്നത്തിലാന്നല്ല, പൂട്ടി. സമരം 1.5 കൊല്ലായി. ആദ്യം പൂട്ടിക്കാനായിരുന്നു സമരം, ഇപ്പൊ തുറപ്പിക്കാനാ. ഇനിയിപ്പൊ തുറക്കണോ വേണ്ടേന്നുള്ള സംശയത്തിലാ അനിയൻ തമ്പുരാൻ. കോലോത്തേക്ക് കുറെ കൂടി നഷ്ടം ഉണ്ടാക്കാന്നല്ലാതെ തുറന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. അനിയനോട് സംസാരിച്ചു നോക്കാമെന്നല്ലാതെ ഗുണമുണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പൊ എന്താ വേണ്ടേ? ഞാൻ തിരിച്ചു പൊയ്ക്കോളാം. നിരാശയായോ? ഏയ് ഇല്ല. അങ്ങയെ കാണാൻ പറ്റി, അങ്ങയുടെ മുമ്പിൽ എനിക്കൊന്ന് മൂളാൻ പറ്റി. അത് തന്നെ പുണ്യല്ലേ. സമയം ഉണ്ടാകുമ്പോ എപ്പോഴാന്ന് വെച്ചാ വന്നോളൂ. ഓ, ഗുരുദാസൻ പറഞ്ഞു തന്നിട്ടുള്ളതെല്ലാം ഞാനും പറഞ്ഞു തരാൻ ശ്രമിക്കാം. ഓ, സന്തോഷം. നന്നായി വരും. ഉം. പതുക്കെ. എന്താ പറ്റിയേ? ഒന്ന് വീണു. ഏ? എവിടെ? തൃപ്പടിയമ്മേ തന്നെ. ഭഗവാന്റെ തിരുമുമ്പിലായതുകൊണ്ട് കാര്യമായിട്ടൊന്നും പറ്റിയില്ല. എന്തോ ഒരു കൈ വന്ന് താങ്ങിയ പോലെ തോന്നി. ഇല്ലെങ്കിൽ തലയിടിച്ച് തലച്ചോറ് ചെറിയനെ. ഡോക്ടറെ കാണിച്ചോ? കുട്ടമ്മത്തിനെ കാണിച്ചു. കുഴപ്പമൊന്നുമില്ല എന്നാ പറഞ്ഞേ. ഭാഗ്യം ഭഗവാനെ. ഇതിപ്പോ 2ാമത്തെ പ്രാവശ്യ. ഇനിയിപ്പോ അച്ഛനെ അമ്പലത്തിലെ പൂജയ്ക്ക് വിടാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത്ര കാലമൊക്കെ അച്ഛൻ ഒറ്റയ്ക്ക് നോക്കി നടത്തില്ലേ. ഇനി കുറച്ചാലും വിശ്രമിക്കട്ടെ. അപ്പോ നിത്യപൂജ? അതൊന്ന് നിത്യപൂജ വേറെ ആരെങ്കിലും ഏൽപ്പിക്കുക. അച്ഛന് വയ്യേ, അതുകൊണ്ടാ. അച്ഛാ, ഈ താക്കോൽ അങ്ങോട്ട് കൊടുക്ക. ആ, എന്താ രാമപ്പ, അമ്പലം അടച്ചുപൂട്ടേണ്ടി വരില്ലേ?
ഭഗവാനെ ഉപേക്ഷിക്കാൻ തനിക്ക് പറ്റുമോ? മനസ്സുണ്ടായിട്ടല്ല, കുട്ടിയോട് സമ്മതിക്കുന്നില്ല. ഇനിയും വല്ലയിടത്തും വീണ് കിടപ്പായ നോക്കാൻ ആളില്ലേ? ഇവൾക്കാണെങ്കിൽ 2 കുട്ടികളുടെ കാര്യം നോക്കാൻ തന്നെ സമയമില്ല. മാത്രമല്ല വെക്കേഷൻ തുടങ്ങിയ ഇവള് പൂനെക്ക് ഭർത്താവിന്റെ അടുത്തേക്ക് പോകും. എനിക്കാണെ പുലമാന്തോളന്ന് ജോലിയും കളഞ്ഞിട്ട് എപ്പോഴും കൂടി വരാൻ പറ്റുമോ? ക്ഷേത്രകാര്യങ്ങൾ മുടങ്ങി തുടങ്ങിയപ്പോഴാ കോലോത്തെ ഐശ്വര്യം ക്ഷയിക്കാൻ തുടങ്ങിയത്. ഇനി നിത്യപൂജ കൂടി മുടങ്ങിയ നശിക്കുമല്ല എന്ന് വെച്ച് ഞങ്ങൾ എന്ത് ചെയ്യാനാ? 2 കൊല്ലായി ജോലിക്ക് ഒരാളെ വെച്ചുകൊടുക്കുന്ന അച്ഛൻ പറയാൻ തുടങ്ങിട്ടേ. കീഴ്ശാന്തിക്ക് ഒരാളെ വെച്ചുകൊടുത്താലും മതി. പിന്നെ പൂജ മാത്രം അച്ഛനെ നോക്കിയാൽ മതിയല്ലോ. ബാക്കി ജോലിയൊക്കെ അയാള് ചെയ്യുമല്ലോ. പറ്റിയൊരാളെ കിട്ടണ്ടേ? ആളെ കിട്ടും, നല്ല കാശ് കൊടുക്കണം. അച്ഛനെ പോലെ വഴിപാട് പണം കൊണ്ട് മാത്രം ആര് നിൽക്കാനാ? താനും തന്റെ സഹോദരിയൊക്കെ ഇത്ര ആയത് ആ വഴിപാട് പണം കൊണ്ടാ. ഒരു കാലത്ത് എന്താ മോശമായിരുന്നോ വരുമാനം? എന്താ രാമപ്പാ? നേരത്തെ വന്ന ആ കുട്ടി അയാള് ശാന്തിയോ ആവോ? നമ്പൂരിക്കുട്ടിയല്ലേ, തേവാരോ നിത്യകർമ്മങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഒരു കീഴ്ശാന്തി ഇട്ടിരിക്കാൻ അത് പോരെ? ഭാഗ്യം. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. ആരിത്? എന്ത് ചൂടല്ലേ? പോട്ടെ പോട്ടെ പോട്ടെ. ഇതെന്തിനാ വണ്ടി ഇരിക്കണേ? അതെ, എനിക്ക് ബസ് സ്റ്റോപ്പിലേക്കാ പോണ്ടേ. അങ്ങോട്ട് ആ വഴി ആ വഴി. എന്റെ ബഹളം ഉണ്ടാക്കണ്ടോ? ഓലത്തേക്കാ പോണതേ. പേടിക്കണ്ട, അങ്ങോട്ട് ചെന്നോളൂ. തമ്പുരാൻ എന്ത് പ്രാന്തായി പറയണേ? ഈ പൂജ എന്നെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ എനിക്കത് ABCD അറിയില്ലേ. ഞാൻ പഠിച്ചിട്ടില്ല. സംഗീതമൊന്നും അറിയില്ല, ഒന്നും പഠിച്ചിട്ടില്ല എന്നൊക്കെയല്ലേ താൻ പറഞ്ഞത്. എന്നിട്ടോ അത് പിന്നെ ഗംഭീരായിട്ട് പാടിയില്ലേ? കഷ്ടം ഇത്. താനൊന്നും പഠിക്കണ്ട. അത് എത്ര റുപ്യ മാസം ശമ്പളം എന്ന് പറഞ്ഞോളൂ. അങ്ങനെ ശമ്പളം നിശ്ചയിച്ച് ചെയ്യേണ്ട പണിയാ ശാന്തി? അതൊരു ആത്മസമർപ്പണാണ്, ത്യാഗാണ്. ഒരു ശാന്തിക്കാരൻ പുഷ്പം അർപ്പിക്കുന്ന പോലെ മറ്റുള്ളവർക്ക് വേണ്ടിട്ടാ. ഇതംന മമ എന്നല്ലേ, ഒന്നും എനിക്ക് വേണ്ടിട്ടല്ല. അങ്ങനെയല്ലേ തിരുമേനി? അതിന് കൂലി നിശ്ചയിച്ചാ പിന്നെ പൂജയ്ക്ക് മന്ത്രത്തിനും വല്ല ഫലം ഉണ്ടാവൂ? അതുകൊണ്ട് ദേവി തന്നെ ബസ് സ്റ്റോപ്പിൽ ഒന്ന് ഇറക്കി തരാൻ പറയണം. ഈ വെയിലത്ത് അത്ര ദൂരം നടക്കാൻ വയ്യാത്തോണ്ടാ. എന്നാ പിന്നെ തമ്പുരാൻ പറഞ്ഞ പോലെ ആയിക്കോട്ടെ. താങ്ക് യു താങ്ക് യു. പേരെന്താ പറഞ്ഞത്? മോഹനകൃഷ്ണൻ. ആ, നാളെ മുതല് കോലോത്തമ്പലത്തിലെ ഉണ്ണികൃഷ്ണന് കീഴ്ശാന്തി മോഹനകൃഷ്ണൻ. ഞാനോ? എനിക്കും അറിയില്ല. താനിപ്പോ പറഞ്ഞതാണ് ഒരു ശാന്തിക്കാരന്റെ തത്വം. എപ്പോ? ഈ അറിവാണ് മുഖ്യം. പിന്നെ പൂജകളും സൂത്രങ്ങളും ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ അതിന് ഞാനുണ്ട്. ഓ, അമ്മേ തമ്പുരാൻ, ആ തിടപ്പല്ലിയുടെ താക്കോലെ കൊണ്ട് കൊടുക്ക. അയ്യോ, എനിക്ക് സാധിക്കില്ല. എന്റെ അമ്മേനെത്തി പട്ടിണിയായി പോവേ. അതൊക്കെ ഭഗവാൻ നോക്കിക്കോളും. മടിക്കാതെ പൂർണ്ണ മനസ്സോടെ ആ താക്കോൽ വാങ്ങ. അങ്ങോട്ട് കൊടുക്കും അച്ഛാ. നല്ലൊരാളെ കിട്ടണവരെ തൽക്കാലം ഞാൻ നോക്കാം. അങ്ങനെയെങ്കിൽ അങ്ങനെ.